ഒന്നര മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന, അതിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും ആഗ്രഹിച്ച ആളല്ല. അതങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പം എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര അപമാനമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു ചേർത്തത്. പുള്ളി നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപ ഞാൻ പുള്ളിയുടെ നിന്ന് കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ARM സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത്. കാര്യം ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത്, ഞാനൊരിക്കലും അയാൾ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഹരീഷ് കണാരനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാര്യം ആ സിനിമയ്ക്ക് അത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്ന ഒരു പടമാണ് ARM സിനിമ. അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും എൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ, ഓരോ ആർട്ടിസ്റ്റുകൾ തീരുമാനിക്കുന്നതും ഇവരെ അപ്പം തന്നെ വിളിക്കുന്നതും. സ്പോട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വിളിക്കുമായിരുന്നു. അതിനകത്ത് ജഗദീഷ് ഏട്ടൻ, ഇന്ദ്രൻ സേട്ടൻ, സുരഭി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ നിലവിൽ വാങ്ങുന്ന ഒരു റെമുനറേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാം ക്യാരക്ടർ കേട്ട ഉടനെ അവരെല്ലാം സമ്മതിക്കുകയും ചെയ്തതാണ്. ഹരീഷ് കണാരനോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹരീഷ് 50 ദിവസം ഡേറ്റ് വേണം, 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരീഷ് കണാരൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ 7 അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു 15 വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ പുള്ളി ആ പടത്തിൽ നിന്ന് മാറ്റിയത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ചില കഥാപാത്രങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ചില വലിയ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ വേണ്ടി താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ശമ്പളം കുറച്ച് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം അതിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ്. പുള്ളിക്ക് ആ ശമ്പളത്തിൽ അത്രയും ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെയാണ് പുള്ളി ആ പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. പിന്നെ ഞാൻ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞത് ഒരിക്കലും സത്യമല്ല. കാര്യം അയാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി. അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ എൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും സംവിധായകൻ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും എല്ലാവരും ഇരുന്ന് ഓരോ ക്യാരക്ടറുകളെ പറയുമ്പോൾ ഞാൻ അവരുടെയൊക്കെ നിർബന്ധപൂർവ്വം അവരോട് പറഞ്ഞത് ഹരീഷ് കണ്ണാറിന് ഒരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലോട്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത്. അവരാദ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആശകളായാലും സിനിമയിൽ പുള്ളിനെ കാസ്റ്റ് ചെയ്തത്. പക്ഷെ പുള്ളിയുടെ നിർഭാഗ്യവശാൽ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർട്ട് മാറിയപ്പോൾ ആ ഷൂട്ട് ചെയ്യേണ്ട ഡേറ്റിൽ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അസിസ്റ്റന്റുമാർ വിളിച്ചു വരാൻ പറ്റുമെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പിള്ളേരോട് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് എൻ്റെ പേജിൽ വന്ന് സൈബർ ആക്രമണം നടത്തിയവരോട് ഞാനൊന്നും പറയാൻ പോകും. പക്ഷെ എൻ്റെ മോളുടെ പേജിൽ വന്ന് നടത്തിയേക്കുന്നവരോട് ഞാൻ അതിൻ്റെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ ഹരീഷ് കണാരനെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിലവിൽ പോയിരിക്കുക. ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന 20 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്ക് അദ്ദേഹം തന്നത് 10 ലക്ഷം രൂപയാണ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അയാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തിട്ട് വേണമായിരുന്നു ഒരു ആരോപണം ഉന്നയിക്കാൻ. പുള്ളി എനിക്ക് 10 ലക്ഷം രൂപയും പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ 10 ലക്ഷം രൂപയിൽ പല പ്രാവശ്യമായിട്ട് പുള്ളിക്ക് 3 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 5 വർഷമായിട്ട് അയാൾക്ക് വേണ്ടി ജോലി എടുക്കുകയാണെന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് 5 വർഷം ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി. പുള്ളി വന്നതോടുകൂടിയാണ് എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ടായതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം ഞാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഇയാൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് അയാളോട് ചോദിക്കുക. നമുക്ക് 100 രൂപ പോലും അയാൾ തന്നിട്ടില്ല. ആ സമയത്ത് അയാളുടെ ഒപ്പം തന്നെ മറ്റു 2 ആർട്ടിസ്റ്റുകളുടെ കാര്യം നോക്കി അവരൊക്കെ എനിക്ക് ഈ സമയത്ത് എന്നെ ഗംഭീരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി 7 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഞാൻ
നമ്മുടെ അഡ്വക്കറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ നിയമ നടപടിയായിട്ട് പോവുകയാണ്. നമുക്ക് പണിയെടുത്തേക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടല്ലോ. ഞാൻ ഈ 5 വർഷം അയാൾക്ക് വേണ്ടി 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 5 വർഷം പണിയെടുത്തതിന് ഞാൻ ചുരുങ്ങിയത് എനിക്ക് 50 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞതല്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന് എന്നെ തെറി വിളിച്ചവന്മാരെല്ലാം കൂടി ഹരീഷ് കുമാറിനോട് പറഞ്ഞിട്ട് 43 ലക്ഷം കൂടി എനിക്ക് മേടിച്ചു തന്നാണെങ്കിൽ ഉപകാരം ഉണ്ടായി.